ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് രേഷ്മ ഏൽപ്പിച്ചതെല്ലാം ഈശ്വര, ഇതും കൊണ്ട് ഞാൻ എങ്ങനെ അമ്മ സത്യമ്മയുടെ മുന്നിലോട്ട് ചെല്ലുന്ന? പ്രകാശനെ സംരക്ഷിക്കാനേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ, അല്ലാതെ എന്റെ മകനെ കൊല്ലാൻ ഞാൻ പറഞ്ഞോടാ? അവൻ എന്റെ മോനല്ലടാ, എന്റെ ചോരയുടെ ഗുണം അവനുണ്ടാവും. അത് ശരി. അപ്പൊ വെല്ലുവിളികൾ ഒരുപാട് നടത്തുമെങ്കിലും മകൻ തന്നെയാണല്ലേ? അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ അല്ലേ സാറേ? അവൻ എന്തൊക്കെ ചെയ്യുമെന്നും എന്തൊക്കെ ചെയ്യാതിരിക്കുമെന്നും എനിക്കല്ലേ അറിയാവൂ. ഇപ്പോ അവനെ തടയാൻ പോയാ വാശിപ്പുറത്ത് അവൻ വെറുതെ ഇരിക്കുമെന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ടോ? അവൻ എന്തെങ്കിലും വല്ലായ്മ വന്നു പോയാ അത് എന്റെ ചങ്കി തന്നെ തറയ്ക്കും. അവൻ പ്രകാശനെ കൊണ്ട് പോട്ടെ, കല്യാണം കഴിക്കേണ്ട പെണ്ണ് നമ്മുടെ കൂട്ടത്തിലല്ലേ. എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ യുദ്ധത്തില് ജയം അച്ഛനാണോ മകനാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ മോളെ നീ ഈ സമയത്ത്? മോളെ എടി, എന്താ ഈ സമയത്ത്? അമ്മ, ഇത് എന്താ ഇത്? ഇത് വിഷ്ണുവിന്റെ അല്ലേ മോളെ? ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് രേഷ്മ ഏൽപ്പിച്ചതെല്ലാം ഈശ്വര, ഇതും കൊണ്ട് ഞാൻ എങ്ങനെ അമ്മ സത്യമ്മയുടെ മുന്നിലോട്ട് ചെല്ലുന്ന? ഇതെല്ലാം കൂടി കണ്ട അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാ മറുപടി പറയാ? വയ്യമ്മ, ഇനി ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കാനാവില്ല. ഏത് നിമിഷം പൊട്ടി തകർന്നു പോകുന്ന അവസ്ഥയില ഞാനിപ്പോ നിൽക്കുന്ന. എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാ അമ്മ അവരെ വിഷ്ണുവേട്ടന് സംഭവിച്ചതൊക്കെ പറഞ്ഞു മനസ്സിലാക്ക? ഇല്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാ നല്ലത്. എനിക്കിതൊക്കെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ വന്ന് കണ്ടോളാം. മോളെ, അത് വേണ്ട. ഇതിവിടെ വെച്ച സുരക്ഷിതമായിട്ട് ഇരിക്കും തോന്നുന്നുണ്ടോ? എന്റെ കണ്ണ് തെറ്റി ഇവിടെ മുഴുവൻ അരിച്ചു പറക്കുന്ന രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ.
ഇതിന്റെ അപ്പുറത്തെ വിശദീകരണം ഞാൻ അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് നിന്റെ അടുത്ത് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് മോളെ. അവിടെയാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. വിഷ്ണുവിന്റെ സാധനങ്ങളല്ലേ, വിഷ്ണു വച്ചിട്ട് പോയതാണെന്ന് വിചാരിച്ചോളും. ശരി, ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ കൈ തന്നെ വയ്ക്കാം. ആരുമില്ലാത്തപ്പോ എനിക്കിത് പൊട്ടിക്കരയണം തോന്നിയ കരയല്ലോ. മോളെ, മോളെ, അവിടെ രാഘവേട്ടൻ നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാ. അടുത്ത മാസമാണെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. അമ്മ, വിഷ്ണുവേട്ടനില്ലാതെ വിഷ്ണുവായിട്ട് രാഘവേട്ടൻ കണ്ടിരിക്കുന്നത് ശിവനെയാണല്ലോ. എന്താ? അല്ല മോളെ, നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് ആഘോഷിക്കാനാണെന്ന് തോന്നുന്നു. നന്നായി, നടന്നത് തന്നെ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല അമ്മേ. മോളെ, സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. അച്ഛന്റെ അസുഖം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കരുതാം. അതിന്റെ കൂടെ സത്യമേ നിൽക്കുന്നത് കാണുമ്പോഴാ എനിക്ക്. മോളെടി, സത്യങ്ങൾ നമുക്ക് മാത്രമല്ലേ അറിയൂ. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വിഷ്ണു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നഷ്ടപ്പെട്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. വലിയ ആഘോഷമായിട്ടാ രാഘവേട്ടനെ നടത്താൻ പോകുന്നതെന്നാ കേട്ടത്. അഥവാ ഇനി തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവൻ ഒരു വശത്ത് നിന്നോട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? എടി അമ്മ, എന്തായി പറഞ്ഞു വരുന്നേ? ഒന്നുകൂടെ പറയേ, ഒന്നുകൂടെ പറയാ. മോളെടി, അത് പറയട്ടെ. അതിലും ഭേദം ഞാൻ ഈ നിന്നിപ്പോൾ മരിച്ചു പോകുന്നതാ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛന്റെ സ്ഥാനത്ത് അമ്മയ്ക്ക് ഈ ജന്മത്തെ മറ്റൊരാളെ കാണാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റുമോന്ന്? പറ്റില്ല. കുടുംബമായിട്ട് ജീവിച്ച് മരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. രാഘവേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ ശിവനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. അവൻ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്ന? എന്റെ സ്വസ്ഥത ഇതുപോലെ നശിപ്പിക്കാനായിട്ട്. അച്ഛനെ വിളിക്കുന്ന. ഇനിയിപ്പൊ എന്താ ചെയ്യാ? മോളെ, ശിവനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഹൃദയം ഹൃദയത്തോട് അടുക്കും പോലെ അവൻ അവിടെ ഉള്ളവരുടെ മനസ്സിലേക്ക് അത്രയധികം ആഴത്തിലേക്ക് കയറി കഴിഞ്ഞു.